സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഐ ഫീൽ ഹാപ്പി. അത് ഞാൻ തൃപ്തനാണ്. ഒരു തരത്തിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഇന്നും നമ്മൾ അത്രയൊക്കെ ലോൺ വാങ്ങിച്ചെങ്കിലും ഇന്നൊരു രൂപ കടമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന വഴി കൂടെ നടക്കാൻ എല്ലാവർക്കും സുഖമാണ്. പക്ഷേ നമ്മൾ വേറിട്ടൊരു വഴി കൂടെ നടക്കണം. ഇവിടുത്തെ ന്യൂ ജനറേഷനിൽ വരുന്ന ടെക്നോളജികളൊന്നും എനിക്കറിയില്ല, വസ്തു പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ മകള് അതിനനുസരിച്ച് വളർന്നു വന്നു, ജ്യോതി. ആൻഡ് ഷീ ഈസ് ഫുള്ളി കേപ്പബിൾ. അവളുടെ എഡ്യൂക്കേഷനൊക്കെ അങ്ങനെയാണ്, ഫോറിൻ എഡ്യൂക്കേഷനുണ്ട്, എല്ലാം ഉണ്ട്. അല്ല, ഉത്തരേന്ത്യൻ വ്യവസായ ലോബിക്ക് തകർക്കാനും തളർത്താനും പറ്റുന്ന രീതിയിലായിരുന്നില്ല ഇതിൻ്റെ വളർച്ച, അല്ലേ? അല്ല, അത് അങ്ങനെയല്ല. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഈ പ്രൊഡക്റ്റിനെ ആദ്യം ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്തു, വലിയ കമ്പനികൾ നെഗ്ലക്റ്റ് ചെയ്തു. ഇത്രയും വളർന്നപ്പോഴാണ് അവർ ഓണാകുന്നത്. അന്നേരം ഈ പണം ഇങ്ങനെ വരുമ്പോൾ എന്തായിരുന്നു അന്നേരത്തെ ഒരു ചിന്ത? ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, വളർത്തി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അല്ലാതെ നമ്മൾ അതിനനുസരിച്ചുള്ള ലൈഫോ കാര്യങ്ങളൊന്നുമല്ല. ക്യാപിറ്റൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ചില്ല. ഓക്കെ, ഈവൻ ആദ്യത്തെ കാറ് വാങ്ങിക്കുന്നത് തന്നെ 96-97 അതേത് കാറായിരുന്നു? അത് 118 പ്രീമിയർ NE. കൺസ്യൂമറിൻ്റെ സംതൃപ്തിയാണ് പ്രധാനം. കൺസ്യൂമർ മാത്രം, അവർ മാത്രമാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവർക്ക് വേണ്ട പുതിയ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കും. 1983 ഈ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു ലക്ഷ്യബോധം അതിപ്പോഴും അതേപോലെ ഉണ്ടോ? എൻ്റെ ഫാമിലിക്ക് ജീവിക്കണം, ഓക്കെ, അതിനുള്ള ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു സർവൈവലാണ് അന്ന് തുടങ്ങിയത്. ഒരു നിമിത്തം. ഈ വെള്ള വസ്ത്രം ഈ കുട്ടിക്കാലത്ത് തൊട്ടയിടുന്നതാണ്, അത് അല്ലാതെ കളർ വസ്ത്രം ധരിച്ച ഒരു കാലമുണ്ടോ? ഉണ്ട്. അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ കളർ. അമൃതവേണിയും ആ ലെവലിൽ കൊണ്ടുപോവുകയാണോ ലക്ഷ്യം? അമൃതവേണി അവിടെ നിൽക്കില്ല. ഇല്ല. ജ്യോതി ലാബോറട്ടറീസ് ചെയർമാൻ എമിറിറ്റസ്, സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഇന്ത്യൻ വ്യവസായ ഭൂപടത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ MP രാമചന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ MP രാമചന്ദ്രൻ. ഇപ്പോൾ ഉജാല ഇന്ത്യ മുഴുവൻ ഒരു തരംഗം സൃഷ്ടിച്ചു. ഒരുപാട് വഴി വെട്ടിത്തെളിച്ചാണ് അത് ആ ലെവലിലെത്തിച്ചത്. ദീർഘകാലത്തെ പ്രയത്നമുണ്ട് അതിൻ്റെ പിന്നിൽ. ഇപ്പം സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ അമൃതവേണി, അതായത് മറ്റേത് വസ്ത്രങ്ങളുടെ വെണ്മയും പിന്നെ അനുബന്ധ പ്രോഡക്റ്റുകൾ പിന്നെ പല മേഖലയിൽ വന്നെങ്കിൽ ഇപ്പോൾ കേശ സംരക്ഷണത്തിലാണ് കൂടുതൽ. അത് കുട്ടികൾ തൊട്ട് സ്ത്രീകൾ, പുരുഷന്മാർ, ഇങ്ങനെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ ചിന്ത എപ്പോഴും സമൂഹത്തിന് എന്തെങ്കിലും പുതുതായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. വെറുതെ പണം ഉണ്ടാക്കാൻ മാത്രമല്ല, സംതിങ് യു ടു ഗിവ്. അത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് വരെ നമ്മൾ ഹെയറിന് എല്ലാ പ്രോബ്ലംസും ഉണ്ടായിക്കൊണ്ടിരുന്നു. അനവധി തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ. പിന്നെ ഒരു സദേൺ ഏഷ്യയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അത് കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ ജ്യോതിയിൽ നിന്ന് റിട്ടയർ ആയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ നല്ലൊരു R&D സെറ്റപ്പ് ഉണ്ടാക്കി. അതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. സംതിങ് ന്യൂ യു ടു ഗിവ് ടു ഗവൺമെൻറ്. കൺസ്യൂമർ എന്ന് വരുമ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ആദ്യം തന്നെ നമ്മുടെ ഹെയർ കെയർ, പിന്നെ സ്കിൻ കെയർ, ഈ മേഖലയിലേക്ക് ഇന്ന് വരെ ഇല്ലാത്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിക്കണം എന്നുള്ള ഒരാഗ്രഹമാണ്. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ ഉണ്ടാക്കി, അതിന് എൻ്റെ ആവശ്യമില്ല. സംതിങ് ന്യൂ ഹാസ് ടു ബി ഗിവൺ. അപ്പോൾ ഈ ഹെയറിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട്, അതിനുള്ള ഇന്ന് നിലവിലുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് നോക്കാനായിട്ട്, പുതിയ ടെക്നോളജി എങ്ങനെ നമുക്കിതിന് ഉപയോഗിക്കാം, പുതിയ ശാസ്ത്രം എങ്ങനെ ഉപയോഗിക്കാം, ഇതിനു വേണ്ടി നല്ലൊരു സയൻറ്റിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. അത് മെയിനായിട്ട് ഇത് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജിയാണ്. ആയുർവേദം നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അത്തരം ദിവ്യദൃഷ്ടിയുള്ള ജ്ഞാനികളും ഉണ്ടാക്കിയുള്ളൊരു വേദമാണത്. പക്ഷേ എന്നിരുന്നാലും പ്രോബ്ലംസ് ഇന്നും നിലനിൽക്കുന്നു. ക്യാൻ ബി അഡ്രസ് ദാറ്റ് എന്നുള്ള ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ പോയത്. അപ്പോൾ അതിന് കുറേ പഠിക്കാനുണ്ട്. വേൾഡ് ഓവർ ഈ മുടിയര മൂല്യ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ലൈബ്രറി വേണം, നല്ല എല്ലാ എക്യുപ്മെൻസും വേണം. ഇതെല്ലാം ആദ്യം സെറ്റപ്പ് ചെയ്ത് ആ സ്റ്റഡിയിൽ നിന്ന് വന്നതാണ് നമ്മൾ ഇന്ന് വരെ ഉപയോഗിക്കുന്ന
ഹെയർ ഓയിലിംഗ് എന്നുള്ളത് ഇന്നത്തെ രീതിയിൽ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് പോകണം എന്നെനിക്ക് തോന്നി. കാരണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും ശരി, ഹെയറിൻ്റെ കാര്യത്തിലായാലും ശരി, ഹോർമോൺസാണ് ഇതൊക്കെ ശരി, സെക്സ് ഹോർമോൺസ് എന്ന് പറയും. അപ്പോൾ ഈസ്ട്രജനാണ് സ്ത്രീകളെ സംബന്ധിച്ചുള്ളത്. സ്കിന്നിൻ്റെ കാര്യത്തിലായാലും ശരി, ഹെയറിൻ്റെ കാര്യത്തിലും ശരി. നേരെ മറിച്ച് പുരുഷന്മാർക്കാണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ളതാണ്. അതിൻ്റെ വകഭേദമുള്ള ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ. ശാസ്ത്രീയമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കംപ്ലീറ്റ്. അതായത് ആ രീതിയിലാണ് അതിൻ്റെ വിഭാവനം ചെയ്തത് തന്നെ. എന്തുകൊണ്ട് ഇത് അതുപോലെ തന്നെ കുട്ടികൾ ഒരു 5-8 വയസ്സ് വരെ നമുക്ക് ഹെയർ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ബന്ധ വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വരുന്നു. പക്ഷേ ആ ഒരു പ്യൂബർട്ടി വരുന്നതോട് കൂടിയിട്ടാണ് ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൂട്ടുന്നത്. അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും 11-12 വയസ്സ് സമയത്താണ് അതിൻ്റെ ആ ഒരു യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ മാൻലിനെസ് ഓർ ഫെമിനിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ സിംറ്റംസ്. ആ പീരീഡിലാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം തുടങ്ങുന്നത്. ഏകദേശം ഒരു 20 ഇയേഴ്സൊക്കെ വരുന്നവരെ അത് വളരെയധികം ഉണ്ടായിക്കൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേബിളാവും. രണ്ടിലും ഈ ഹോർമോൺസാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഏതൊരു പ്രോഡക്റ്റ് ഇറക്കിയാലും അതിൻ്റെ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ അത് യാതൊരുവിധ ദോഷവും ചെയ്യാത്തതായിരിക്കും എന്നുള്ള ഉറപ്പ് വരുത്തും. തീർച്ചയായിട്ടും. അന്നേരം ഇതിപ്പം ഇതിനു മുമ്പുള്ളത് വസ്ത്രങ്ങളും പിന്നെ ഡിഷ് വാഷ് ഉൾപ്പെടെയുള്ള പല ഇത് മനുഷ്യനെ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഇതാണ്. അന്നേരം കൂടുതൽ കരുതലുണ്ട്. സോ അത്രയും നമ്മൾ റിസർച്ച് ചെയ്യണം. എന്തെങ്കിലും പുതിയതുണ്ടാക്കണമെങ്കിൽ റിസർച്ച് കൂടിയേ പറ്റുള്ളൂ. ഓക്കെ, ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. 2018 മുതൽ റിസർച്ച് നടത്തുന്നതാണ്. 2021 എൻഡിൽ അഥവാ 2022 നമ്മൾ പ്രൊഡക്റ്റ് പുറത്തിറക്കിയത്. കാരണം അത്രയും അതിൽ സമൂഹത്തിനോട് ബിസിനസ്സുകാർക്ക് ഒരു ബാധ്യത ഉണ്ട്. ആൻഡ് വി ആർ ഗിവിങ് സംതിങ് ന്യൂ എന്നുള്ളത്. പണം ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, സംതിങ് യു ടു ഗിവ് ന്യൂ ഇന്ന് വരെ കിട്ടിയില്ലാത്ത. ഉജാല തുടങ്ങിയപ്പോൾ അതും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ വെള്ളവസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്, അങ്ങും വെള്ളവസ്ത്രം ഉപയോഗിച്ച് അത് കൂടുതൽ വിശുദ്ധ വെള്ളയിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പിന്നിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്തയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് പൂർത്തിയായ ഒരു പുതിയ അപ്രോച്ചാണിത്. ഇന്ന് ആരെങ്കിലും പറയേണ്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെയാണ് ഈ ഹെയർ കെയർ പ്രൊഡക്ട്സ് വേണ്ടെന്നുള്ളത് ഇല്ല. അത് ശരിക്കും അതാണ് വേണ്ടത്. ഇന്ന് വരെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നമ്മൾ ആയുർവേദത്തിൽ ഇതിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന വഴി കൂടെ നടക്കാൻ എല്ലാവർക്കും സുഖമാണ്. പക്ഷേ നമ്മൾ വേറിട്ടൊരു വഴി കൂടെ നടക്കണം. അതെന്തെങ്കിലും പുതുതായിട്ടുള്ള ഒരു ഇതായിരിക്കണം. അതായത് അമൃതവേണി ഹെയർ എലിക്സർ ഇതിപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്, ഫോർ മെൻ എന്ന് എഴുതിയിട്ടുണ്ടായില്ല. അത് കൂടാതെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വിമൻ. അതെ, അമൃതവേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. എന്തുകൊണ്ട് ഈ എലിക്സിർ എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട്. അത് ഓയിൽ തന്നെയല്ലേ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഹെയർ ഓയിൽ എന്ന് പറയാം? ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഹെയർ ഓയിലാണ്, എള്ളെണ്ണ ഹെയർ ഓയിലാണ്, കടുകെണ്ണ ഹെയർ ഓയിലാണ്. ഇതൊക്കെ ഓയിലാണ്. ദർ ഇസ് നത്തിങ് എൽസ് ഇൻ ദാറ്റ്. പക്ഷേ നമ്മുടെ മുടിക്ക് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് മുടിയുടെ ലൈഫ് ശാസ്ത്രം പഠിച്ച് അതിനെ നമ്മൾ ട്രിഗർ ചെയ്യണം. അതിന് വേണ്ടിയുള്ളതാണ് നമ്മൾ അത് പഠിച്ചപ്പോഴാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേണം എന്നുള്ളത് നോക്കിയത്. കാരണം രണ്ടും ഉപയോഗിച്ചിട്ട് കാര്യമില്ല, സെയിം തന്നെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇത് മുടി പൊഴിച്ചിലും തടയും, മുടി വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനത്തെ ഒരു ക്ലെയിം അല്ല. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവണം. അത് പ്രകൃതി നമ്മളെ എന്നും സുന്ദരികളും സുന്ദരന്മാരാക്കി വെക്കാനായിട്ട് ഉണ്ടാക്കിയുള്ള ഒരു ഇതാണ്. 10 to 15% ഓഫ് ഹെയർ എല്ലാ വർഷത്തിലും വീണുകൊണ്ടിരിക്കും. ഒരു വർഷത്തിൽ അങ്ങനെ ചെയ്യും. അത്ര റീപ്ലേനിഷ്മെൻ്റ് ആവണം. അതുകൊണ്ട് അതായത് റിനോവേഷൻ, അതായത് നമ്മുടെ പ്രകൃതി ഈശ്വരൻ നമുക്ക് തന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന കാലത്തുള്ള മുടിയാണ് നമ്മൾ ഒരു 120-ആം വയസ്സിൽ മരിക്കുമ്പോഴും എന്ന് കരുതിയാലോ. അപ്പോൾ ആ മുടി എന്തെല്ലാം ഹാർഷ് ഇത് കാണുന്നുണ്ട് ഇല്ലേ, എല്ലാം അങ്ങനെ തരും. അതല്ലെങ്കിൽ നമ്മൾ ആലിൻ്റെ മുടി ഇല കൊഴിയെന്ന് പറയാം, എല്ലാം ഒരുമിച്ച് കൊഴിയുക, എല്ലാം ഒരുമിച്ച് വരിക, അതും സാധ്യമല്ല. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രകൃതി നിശ്ചയത്തിലാണ് പുരുഷന്മാർക്ക് ഈ റൊട്ടേഷനിൽ വേണം ചെയ്യാനായിട്ട്. ഒരു മുടിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏവറേജ് 3.5 ഇയേഴ്സാണ്. അപ്പോൾ വീഴണം. അപ്പോൾ അതിന് നമ്മളൊരു അസുഖമായിട്ട് കണക്കാക്കരുത്. അസുഖം മൂലം വീഴുന്നതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ദൗത്യം. അതെ. ഇപ്പോൾ അത് കൂടാതെ തന്നെ അമൃതവേണി ഹെയർ ക്ലെൻസിങ് നെക്ടർ, ഇത് ആരെ ഉദ്ദേശിച്ചുള്ളതാണ്? ഇത് നമ്മൾ സാധാരണ ഒരുപാട് ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ജൂനിയറും ഉണ്ട്. അതിപ്പോൾ തുടങ്ങിയതാണ്. അതായത് ഷാമ്പു ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഇതിലും എണ്ണയൊക്കെ പോകാനായിട്ട്. പക്ഷേ ഷാമ്പൂവിൽ ഇന്ന് നിലവിലുള്ള ഷാമ്പൂവിൽ ഒരുപാട് സർഫക്റ്റൻസ്, ഹാർഡായുള്ള സർഫക്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് മുടി ഇങ്ങനെ എല്ലാ എണ്ണയും പോയിട്ട് ഇങ്ങനെ പാറി നിൽക്കുന്നത്.
അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പറയും നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിച്ചോ എന്ന് പറയും. അപ്പോൾ അവിടെ ആ മുടിയുടെ ആ ക്യൂട്ടക്സ് പുറത്തെ പാളിനെ അത് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് അത്രയും ഇപ്പം നമ്മൾ സാധാരണ ഇതിൽ മുടി കൊഴിയണതിൻ്റെ ഒരു 60% to 70% മുടി പൊട്ടിപ്പോകുന്നതാണ്, പറഞ്ഞു പോകുന്നതല്ല. ഇൻഫാക്റ്റ് ചിലപ്പോൾ അതിന് കൂടുതൽ. ഇപ്പോൾ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ മുടി പൊട്ടിപ്പോവും. ഓക്കെ, അതുപോലെ തന്നെ ഹാർഷായുള്ള ഷാമ്പു ഉപയോഗിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ പൊട്ടിപ്പോകാത്ത, അത് ആ പൊട്ടിപ്പോകൽ കുറയ്ക്കുന്ന അത്രയും സോഫ്റ്റ്നെസ് ഉള്ളതാണ് നമ്മുടെ നെക്ടർ. മൈൽഡായിട്ടുള്ള, വളരെ മൈൽഡാണ്. അതിപ്പോൾ നമ്മൾ എല്ലാ ഏജിലും ഉപയോഗിക്കാം. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലോ ഇന്ന് വരെ അങ്ങനെ പ്രൊഡക്റ്റ് ഇല്ല. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമാണ്. ബേബി ഷാമ്പൂ എന്നുള്ളതുണ്ട് ചെറിയ കുട്ടികൾക്ക്. വാസ്തവത്തിൽ ആ കുട്ടികൾ ആ പ്രായത്തിൽ ഷാമ്പൂ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു ബേബി ഷാമ്പൂ കുട്ടികൾക്ക് 3-4 വയസ്സ് വരെ എന്ന് പ്രതീക്ഷിക്കാം. പ്രസവിച്ച അന്ന് മുതൽ അതിന് ബേബി ഷാമ്പൂ പറയും. പക്ഷേ ഈ ഒരു ഇത് നമ്മുടെ സ്കാൽപ്പ് വളരെ ടെൻഡറാണ്, വളരെ മൃദുലാണ്. ഒരു 6 വയസ്സ് മുതൽ കുട്ടികൾക്ക് മുടി എൻ്റെ മരമതിരി മുടിയാവണം എന്ന് പറഞ്ഞാൽ മുടിക്ക് വലിയ കുട്ടികൾ അവരെന്നെ പറയും. ഓക്കെ, അപ്പോൾ അവർക്ക് ഷാമ്പു ഉപയോഗിക്കും. അത് ഈ ഹാർഷായുള്ള ഷാമ്പൂണൊന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആ ഇളം സ്കാൽപ്പിനും ഇളം മുടിക്കും കേടുപാടുകൾ വരുത്താത്ത രീതിയിൽ അത്രയും സോഫ്റ്റായിട്ട് കണ്ണിൽ പോയാൽ പോലും നമ്മൾ എരിച്ചിലറിയില്ല. കുട്ടികൾക്ക് അതൊരു വലിയൊരു പ്രോബ്ലമാണല്ലോ. അത് കണ്ടിട്ട് ആ രീതിയിലുള്ള ഫോർമുലേഷൻ ഉണ്ടാക്കി കുട്ടികളെ ആ ഇത് ചെയ്യുന്നത് എൻജോയ് ചെയ്യണം ചെയ്യുന്നത്. എന്നാലും ആ രീതിയിലുള്ള പ്രൊഡക്റ്റാണ്. അതെ, അപ്പോൾ കുട്ടികൾ എൻജോയ് ഏത് പ്രൊഡക്റ്റ് ആയാലും ശരി അതിനൊരു വാട്ട് ഇറ്റ് ഈസ് ഗിവിങ് ടു ദി കൺസ്യൂമർ എന്നുള്ളത്. മറ്റൊന്ന് അമൃതവേണി ലൈസ് കിറ്റ്, അത് എനിക്കൊന്ന് പേനൊക്കെ, അതായത് പ്രത്യേകിച്ച് ഈ സ്കൂൾ തുറക്കുന്ന കാലത്ത്, ആ കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് കൂടുതൽ. എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ പ്രായത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തലയിൽ ഇല്ലെങ്കിൽ തന്നെ മറ്റൊന്ന് എങ്ങനെയും വരും. ഇത് വലിയൊരു ഉപദ്രവം തന്നെയാണ് അല്ലേ? അതൊരു എക്സ്റ്റേണൽ പാരസൈറ്റാണ്, നമ്മുടെ ചൊറി പോലുള്ളതല്ല. അവർ വരും, അവരുടെ ലൈഫ് സൈക്കിളുണ്ട്, അവർ കടിക്കും, അവർ രക്തം കുടിക്കും. പക്ഷെ നമ്മുടെ അതൊരു അസുഖമല്ല, പക്ഷെ വലിയ ശല്യമാണ്. അതിന് നമ്മൾ ഇഫക്റ്റീവായിട്ട് പല കെമിക്കൽസ് ഇട്ടുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിളാണ്. അത് വെച്ചാൽ തന്നെ മിക്കവാറും തലവേദന ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ പറയും. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു ലൈസ് കിറ്റ്, ഈ പാന് നമ്മൾ കൊല്ലുന്നില്ല, അവരെ നമ്മൾ ഒരു മീൻസ് പിടുത്തം പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കളയണം. പാർശ്വഫലങ്ങളൊന്നുമില്ല ഇല്ല. അത്രയും കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ നല്ല ഒരു ഇഫക്റ്റ് കിട്ടുക. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെ വേണം എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അമൃതവേണിയുടെ പ്രോഡക്റ്റുകൾ ഇപ്പം വളരെ സജീവമായിട്ട് വിപണിയിൽ എത്തിക്കഴിഞ്ഞു കേരളത്തിലെമ്പാടും. അങ്ങ് ഈ ഉജാല തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ തൂവെള്ള പൂക്കൾ തൻ പുഞ്ചിരി പോൽ വെള്ളയുടുപ്പിന് ഉജാല തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ അനവധിയുണ്ട്. കൃത്യം ഉജാലയിൽ മുക്കുന്ന വസ്ത്രങ്ങൾ നിത്യവും പുത്തനായി എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള പരസ്യങ്ങൾ വല്ലതും ആലോചിക്കുന്നുണ്ട്? അത് ഇമ്മീഡിയറ്റ് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷേ ആ തൂവെള്ളപ്പൂക്കൾ തന്നെ പുഞ്ചിരി പോലെ അത് ഞാൻ തന്നെ എഴുതിയതാണ്. പക്ഷേ അതിനുശേഷം നമ്മുടെ കുട്ടിശങ്കരൻ പ്രൊഡക്റ്റായിട്ടുള്ളവർ അങ്ങോരാണ് പിന്നെ റേഡിയോ പരസ്യങ്ങളൊക്കെ ഏറ്റെടുത്ത് 2 വരി അങ്ങോരും ആഡ് ചെയ്തു. പക്ഷെ അത് കുമ്മിയടിയായി പല രീതിയിലായി, പാട്ട് എല്ലാം. അത് പക്ഷേ അക്ഷരശ്ലോക മത്സരം അങ്ങനെ അനവധിയുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തിൽ, കൺസ്യൂമറുടെ ഹൃദയത്തിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ചില ഇതുണ്ട്, അതിന് നമ്മൾ തൊട്ടുണർത്തുകയാണ് ചെയ്തത് അന്നിരുന്ന്. അതിപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ ഓട്ടം തുള്ളൽ വന്നു, അങ്ങനെ പലതും. താങ്കളൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും താങ്കളുടെ ഉള്ളിലൊരു സാഹിത്യപ്രേമി ഇല്ലായിരുന്നു? അതായിരിക്കത്തില്ല ഇത്തരം ഈ ഭാഷയോടുള്ള താല്പര്യം, ഈ അക്ഷരശ്ലോക മത്സരം ഇങ്ങനെയുള്ള എല്ലാം വന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ കുറച്ച് ഇതുണ്ട്. അത് എല്ലാവരും മനസ്സിലും മിക്കവാറുമുള്ള ആൾക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. എനിക്ക് മാത്രമായിട്ടുള്ള എന്നുള്ളതല്ല. പക്ഷേ ഞാൻ പലതും പഠിക്കുന്ന കാലത്തും പാഠമാല എനിക്ക് ഇഷ്ടമായിരുന്നു, പദ്യങ്ങൾ ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കുറേയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ കുറേയൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പം അത്ര വായിക്കാനുള്ള ഇപ്പം സീരിയസ് മാറ്റേഴ്സ് ഇപ്പോൾ വായിക്കാനുള്ളത്. അന്നത്തെ കാലത്ത് പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സാഹിത്യത്തോടൊരു ഇഷ്ടമായിരുന്നു. ഇഷ്ടമുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഓക്കെ, ആ ഉള്ളിൽ കിടന്ന ഒരു ഇഷ്ടമാണ് ഈ രീതിയിലൊക്കെ പരസ്യമായി. നമ്മളൊരു സാഹിത്യകാരനും അങ്ങനെ തോന്നുന്നില്ല. എന്നാലും നമ്മൾ ആദ്യം എഴുതിയുണ്ടാക്കി പിന്നെ ഈ കുട്ടിശങ്കരൻ എഴുതുന്നതൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കലാകാര്യങ്ങളൊക്കെ അദ്ദേഹം ഇല്ല ഇപ്പോൾ. അതോടുകൂടി അതിൻ്റെ ലൈഫ് പോയി. ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണം തുടങ്ങിയപ്പോൾ അങ്ങ് പറഞ്ഞു ഇപ്പോൾ ജ്യോതി ലാബറട്ടറീസിൻ്റെ എമിറേറ്റസ് ചെയർമാനാണ്, റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റിട്ടയർമെൻ്റ് ഉണ്ടോ വ്യവസായത്തിൽ? ഉണ്ട്. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ പബ്ലിക്കാണ്,
സോ അവിടെ എനർജറ്റിക്കണം. അവർ എല്ലാവരും റിട്ടയർ ചെയ്യുന്ന പോലെ ഇവിടെ റിട്ടയർമെൻറ്റ്. സാധാരണ ആൾക്കാർക്ക് കമ്പനിയുടെ റൂൾസ് 58 60 ആയിരിക്കും. ഇവിടെ ഒരു 70-75 വയസ്സ് വരെയാണ് നമുക്ക് അതുവരെ. പിന്നെ നമ്മൾ ന്യൂ ജനറേഷൻ, കാരണം ടെക്നോളജി മാറുകയാണ്. ഇവിടുത്തെ ന്യൂ ജനറേഷനിൽ വരുന്ന ടെക്നോളജികളൊന്നും എനിക്കറിയില്ല വസ്തു പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ മകള് അതിനനുസരിച്ച് വളർന്നു വന്നു, ജ്യോതി. ആൻഡ് ഷീ ഈസ് ഫുള്ളി കേപ്പബിൾ. അവളുടെ എഡ്യൂക്കേഷനൊക്കെ അങ്ങനെയാണ്, ഫോറിൻ എഡ്യൂക്കേഷനുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല ജ്യോതി ലാബോറട്ടറി? ഇല്ല. ബോർഡ് മീറ്റിംഗ്സ് അതര അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെന്നോട് ചോദിക്കും, സംസാരിക്കാറുണ്ട്. അത് വെച്ചിട്ട് അവർ താമസം പക്ഷേ ബോംബെ തന്നെയാണ് അല്ലേ? അതെ അതെ. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും. ഇടയ്ക്ക് ഈ കാര്യത്തിന് പറഞ്ഞാണ്. ഇപ്പോൾ ഇത് കൂടുതലൊരു ഫ്രീക്വൻസി ആയി. അല്ലെങ്കിൽ നമ്മുടെ നാട് ഇവിടെ നാടിനോടുള്ള കേന്ദ്രത്തിനോടുള്ള ഒരു അഭിരുചി എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നാട് നമ്മുടെ സ്വന്തം നാട്. അല്ല, ഉജാല വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം 83-ൽ ഇത് തുടങ്ങുമ്പോൾ 5000 രൂപ മൂലധനത്തിൽ നിന്ന് പിന്നെ 100 കോടി 1000 കോടി ഇങ്ങനെ വലിയ രീതിയിൽ സഹസ്ര കോടികളിലേക്ക് ഇത് വളർന്നു. അതായത് താങ്കൾ ഈ ഒരു വഴി വെട്ടിത്തെളിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു മനുഷ്യ പ്രയത്നത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക അടിസ്ഥാനം അതിൻ്റെ പിന്നിലുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിനു വേണ്ടിയുള്ളൊരു അമൃതവേണിയും ആ ലെവലിൽ കൊണ്ടുപോവുകയാണോ ലക്ഷ്യം? അമൃതവേണി അവിടെ നിൽക്കില്ല. ഇല്ല. ഓക്കെ, അമൃതവേണിയല്ല, അമൃത് വേണി. അമൃത് വേണി. വേണി എന്ന് പറഞ്ഞാൽ മുടി. ഓക്കെ, മുടിക്കുള്ള അമൃത്. അമൃതവേണി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മീനിങ് മാറി. അപ്പോൾ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അമൃത് വേണി. അതായത് മുടിക്കുള്ള അമൃതാണിത്. അത് ഈ കേരളം കടന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്കും പോകും. ഇപ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് മാർക്കറ്റിംഗ് നമ്മൾ കേരളത്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യ കാലഘട്ടത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉജാല ഉൽപ്പന്നങ്ങൾ അങ്ങ് സ്കൂട്ടറിൽ പോലും കൊണ്ടുപോയി വിതരണം ചെയ്തിട്ടുണ്ടെന്ന്. അത് നമ്മൾ ആദ്യം വളരെ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല. പ്രൊഡക്റ്റ് നമ്മൾ ഓരോ വീടുകളിൽ കൊടുത്തിട്ടാണ് ആദ്യം ചെയ്തത്. പക്ഷെ അവരൊക്കെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ചില കടകളിൽ കൊടുത്തു തുടങ്ങി. ആ കടകളിൽ നിന്ന് കൂടുതൽ റിപ്പീറ്റഡ് വരാൻ തുടങ്ങി. അത് പിന്നെ ഹോൾസെയിലേക്കായി അവർ ചോദിക്കാൻ തുടങ്ങി. അത് ഒരു നാച്ചുറൽ ഗ്രോത്ത്. പ്രൊഡക്റ്റ് നന്നായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാണ് അതിൻ്റെ ഗ്രോത്ത് വരും. പിന്നെ കുറച്ച് പരസ്യം കൂടി ആയി കഴിഞ്ഞാൽ അത് കേരളം കടന്ന് അപ്പുറത്തേക്ക് പോയതൊക്കെ സ്വയം പോയതാണ്. പിന്നെ അതിനനുസരിച്ച് നമ്മളവിടെ മാർക്കറ്റിംഗ് വികസിപ്പിച്ചു. വിപണിയിൽ അന്ന് ഒരു പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമാണോ ഇന്നൊരു പ്രൊഡക്റ്റ് എത്തിക്കുന്നത്? സാങ്കേതികവിദ്യ വളരെ വളർന്നു. സാങ്കേതികവിദ്യ ഇപ്പോൾ ഓൺലൈൻ സെയിൽസ് അന്നുണ്ടായിരുന്നില്ല. അന്ന് ഷോപ്പ് ടു ഷോപ്പായിരുന്നു. ഓക്കെ, ഇന്ന് ഓൺലൈൻ സെയിൽസ് ഉണ്ട്. പല ഇന്നത്തെ അതൊരു വിപ്ലവമാണ്. ഓൺലൈൻ സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ മാൾസ് ഉണ്ട്. ഇതൊന്നും അന്നില്ല. ചെറിയ കടകൾ അവിടെയൊക്കെ നമ്മൾ പോകണം. അവിടെ നല്ല വിസിബിളാണ്. ഇപ്പോൾ വയ്ക്കുന്ന കടകളിൽ ആ വിസിബിലിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത്രയും ക്രൗഡഡാണ്. അന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നതിന് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ വന്നു. ഒരുപാട് പ്രൊഡക്റ്റുകൾ, അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഉപയോഗങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ട്. അന്ന് വളരെ കുറച്ച് പ്രൊഡക്റ്റിലേ ഉള്ളൂ. പക്ഷേ താങ്കൾ ഇത് കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ഈ പ്രൊഡക്റ്റുമായിട്ട് എത്തുമ്പോൾ അവിടെ വൻ കുത്തകകളുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ ലിവർ അടക്കമുള്ള വൻ ഭീമന്മാർ. അവിടെ എങ്ങനെയാണ് ഒരു വഴി വെട്ടിക്കേറിയത്? അതായത് ഉത്തരേന്ത്യയിൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പായിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയി, കർണാടകയിൽ പോയി, അത് കഴിഞ്ഞിട്ട് ആന്ധ്രയിൽ പോയി, അത് സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയി. അപ്പോൾ തന്നെ ഈ മെട്രോസിലൊക്കെ ഒരു ഏകദേശം 40% സൗത്ത് ഇന്ത്യൻസാണ്. അവർക്ക് ആവശ്യങ്ങൾ വന്നു. ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ കടകൾ അവിടെ ഉണ്ട്. ഇവിടുന്ന് ഉള്ളി, മഞ്ഞൾ, ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ധാരാളം, നേന്ത്രപ്പഴം, പപ്പടം ഇതൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ധാരാളം തമിഴ് കടകളുണ്ട്. ഇവരെന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് ഗൾഫിലും. ഇവിടെ വരുന്നവർ കംപ്ലീറ്റ് ഈ പ്രൊഡക്റ്റ് അവിടെ ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉപയോഗത്തിന് വേണ്ടി അവരെ പെട്ടി അടക്കുന്നതിൽ ഒരു പ്രധാന വിഭവമായിരുന്നു 1 ഡസൻ 2 ഡസൻ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഗുഡ്സ് കൊണ്ടുപോകുന്ന എല്ലാ ഷിപ്പിലും ഇത് തന്നെത്താൻ പോയി. അങ്ങനെ അവിടെ പ്രചാരമായി. ശരി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗൾഫിലും അതുപോലെ തന്നെ മലേഷ്യയിൽ നമ്പർ 1 ബ്രാൻഡാണത്. അല്ല, ഉത്തരേന്ത്യൻ വ്യവസായ ലോബിക്ക് തകർക്കാനും തളർത്താനും പറ്റുന്ന രീതിയിലായിരുന്നില്ല ഇതിൻ്റെ വളർച്ച അല്ലേ? അല്ല, അതങ്ങനെയല്ല. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ആദ്യം ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്തു. വലിയ കമ്പനികൾ നെഗ്ലക്റ്റ് ചെയ്തു. ഇത്രയും വളർന്നപ്പോഴാണ് അവർ ഉണർന്നത്. ആ രീതിയിലുള്ള ഒരു ഇതായിരുന്നല്ലോ. ആ ഉണർന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഈ വൈറ്റ് യൂസേജ് കാറ്റഗറി വളരെയധികം കുറഞ്ഞു പോയി. പണ്ടത്തേക്കാൾ വളരെയധികം കുറഞ്ഞു പോയി. പക്ഷേ വലിയ കമ്പനികളൊക്കെ വന്നു. പക്ഷേ ഇതിനേക്കാൾ മേന്മയുള്ളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല.
ഈവൻ ലിവേഴ്സ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ പിടിയിലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ കമ്പനികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന വ്യവസായങ്ങളെ വിഴുങ്ങാൻ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് ആ രീതിയിലൊരു അറ്റംപ്റ്റ് ഇതിൻ്റെ ഉണ്ടായോ? അങ്ങനെയല്ല. അതിപ്പോൾ എൻ്റെ നമ്മളെ സമീപിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, കാരണം അത് അവൈലബിൾ അല്ല. ഓക്കെ, ഞാനുള്ളിടത്തോളം കാലം നമ്മൾ ഉണ്ടാക്കണതൊക്കെ നെക്സ്റ്റ് ജനറേഷൻ കൈമാറുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഒരു പ്രൊഡക്റ്റും വിൽക്കാനുള്ളതല്ല, ബ്രാൻഡുകൾ വിൽക്കാനുള്ളതല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് വൻ കുത്തകൾ ഇത് വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ എന്നെ ആരും സമീപിച്ചില്ല. ഇല്ല, അവർ സ്വയം റിസർച്ച് ചെയ്തിട്ട് ആ തരം പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ മേന്മയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും സാധിച്ചില്ല. അപ്പോൾ കൺസ്യൂമറുടെ മനസ്സിലൊരിതുണ്ട്, അതായത് ഞാൻ ഇത്രയും 30 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഐ എം ഫുള്ളി ട്രസ്റ്റിംഗ് ദിസ്, ഇതിനേക്കാൾ എഡീഷണലായിട്ട് നിങ്ങൾ എന്താ ക്വാളിറ്റി തരിക? അത് പറയാനായിട്ടൊന്നുമില്ല, ആരുടെ അടുത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. ഇപ്പോൾ ഈ 5000 രൂപയുടെ മൂലധനത്തിൽ തുടങ്ങി വ്യവസായ ശൃംഖലയായി വളർന്നപ്പോൾ ഒരു വാശി ഉള്ളിൽ എപ്പോഴും ഉണ്ടോ, ഇങ്ങനെ മേളിലോട്ട് വേണ്ട? വാശിയല്ല, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അത് വളരെ മിതമായിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ കടം വാങ്ങിച്ച് അതിൽ മുടിയ അങ്ങനെയുള്ളതില്ല. 5000 രൂപയായിരുന്നു എന്ന് തുടങ്ങിയതെങ്കിലും ക്യാപിറ്റൽ ഇതിൽ കൂടുതൽ പോയിട്ടുണ്ട്. കാരണം ഒക്കെ കടം മേടിച്ചിട്ട് ചെറിയ ചെറിയ നോർത്ത് ഇന്ത്യയിൽ ബോംബെയിൽ ഇരുന്നിട്ട് ഇഷ്ടംപോലെ 5000, 10,000 ഇൻഡിവിജ്വൽസ് ബ്രോക്കേഴ്സ് കൊണ്ടുവരും. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ താങ്കൾക്ക് ഈ അക്കൗണ്ടൻ്റ് ആയിരുന്നു ജോലി ചെയ്തിരുന്നതിൻ്റെ ഒരു പരിചയം ഇതിന് വളരെ സഹായിച്ചിട്ടുണ്ട് അല്ലേ? താങ്കൾ ഇതിനു മുമ്പ് ഒരു കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് അക്കൗണ്ടൻ്റായി ഒരു 12 വർഷം ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തു. പക്ഷേ അവിടെ ആയിരിക്കുമ്പോൾ അതൊരു ഫൾക്രം പോലെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും നിങ്ങൾ ബന്ധപ്പെടണം, മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെടണം. അപ്പം സ്റ്റാഫിൻ്റെ കൺട്രോള്, സെയിൽസ് സ്റ്റാഫിൻ്റെ കൺട്രോള്, റോ മെറ്റീരിയൽസ് പർച്ചേസ്, പേയ്മെൻറ്റ്, എല്ലാ ഘടകങ്ങളും അക്കൗണ്ട്സിൽ വന്ന് നിൽക്കുള്ളൂ. പിന്നെ നമുക്ക് ഇത് തോന്നും ഇതിൻ്റെ ഈ അറിവ് കംപ്ലീറ്റ് എല്ലാ ടാക്സേഷൻ മാറ്റേഴ്സ് കംപ്ലീറ്റ് ടാക്സേഷൻ. ഇപ്പോൾ അന്ന് GST ആയിരുന്നില്ല, സെയിൽ ടാക്സ് ആയിരുന്നു, എല്ലാ സംസ്ഥാനങ്ങളും വേറെ വരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന അതിലത്തെ നിയമങ്ങൾ നമ്മൾ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മൾ കോമേഴ്സ് പഠിച്ചപ്പോൾ ആ കാലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഉപയോഗപ്പെടുന്നത് പ്രൊഫസർമാരൊക്കെ പറയാറുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അവിടെ പ്രാക്ടിക്കലായിട്ട് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അതായി. അപ്പോൾ താങ്കളോടൊപ്പം വലിയൊരു ടീം ഉണ്ടായിരുന്നെങ്കിലും താങ്കളുടെ ഒരു വൺ മാൻ ആർമി അല്ലായിരുന്നു ശരിക്കും? ആ ടീമിന് നമ്മൾ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് എക്വയർ ചെയ്യാണ് ചെയ്തത്. അതായത് നമുക്ക് പ്രൊഡക്ഷൻ്റെ R&D ആവശ്യമുണ്ട്, അപ്പോൾ R&D ഹെഡിനെടുത്തു. അങ്ങനെ പ്രൊഡക്ഷന് ഡെയിലി പ്രൊഡക്ഷൻ നോക്കാനായിട്ട് അങ്ങനെ ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ടീവ്സിനെ കൂടുതൽ. ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും താങ്കളാണ്, കടിഞ്ഞാണ് എപ്പോഴും താങ്കളുടെ കയ്യിലാണ്. നമുക്ക് അതിൽ വിഷൻ ഇല്ലാച്ചിങ്ങനെ ഏത് വിഷനാണ് നടത്തുന്നത് നമ്മുടെ എംപ്ലോയീസ്. ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടമുണ്ട്. ഇപ്പോൾ 100 കോടിയിലെത്തുന്നു, അത് കഴിഞ്ഞ് 1000 കോടിയിലെത്തുന്നു, അത് കഴിഞ്ഞും വളരുന്നു. അന്നേരം ഈ പണം ഇങ്ങനെ വരുമ്പോൾ എന്തായിരുന്നു അന്നേരത്തെ ഒരു ചിന്ത? നമ്മുടെ കൈകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വളരുന്നു. ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, വളർത്തി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അല്ലാതെ നമ്മൾ അതിനനുസരിച്ചുള്ള ലൈഫോ കാര്യങ്ങളൊന്നുമല്ല. കയ്യിൽ ഇത് നമ്മുടെ കൈകൾക്ക് അതീതമായി വളർച്ചയാണ്. ഇല്ല, അപ്പം നമ്മൾ കടം വാങ്ങിക്കണം, ഇതിന് പലിശ കൊടുക്കണം, അങ്ങനെ ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഇപ്പം ഞാൻ ഈ കോമേഴ്സ് ആയതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റാണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മീൻസ് വി ഷുഡ് കൺട്രോൾ, വി ഷുഡ് ബി ഡിസിപ്ലിൻ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വി ഹാവ് ടു ബ്രിങ്. എല്ലാ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഞാൻ വർദ്ധിപ്പിച്ചില്ല. ഇല്ല, അല്ല അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു കയ്യിൽ ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഇന്നത് വാങ്ങാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ജീവിക്കാം എന്നൊക്കെ ഒരു ചിന്ത. അത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വലിയ, അതായത് ഇതിലുണ്ടായിരുന്ന ക്യാപിറ്റല് ആ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നീട് ബാങ്ക് ലോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിനനുസരിച്ച് ഗ്രോ ചെയ്തു. വലിയ പുതിയ പോണ്ടിച്ചേരി ഫാക്ടറി ഇടണം, അതിന് നമ്മൾ അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലോൺ എടുത്തു. പക്ഷേ വിത്തിൻ 3 ഇയേഴ്സ് നമ്മൾ പെയ്ഡ് ഓഫ്. അല്ല, ജീവിതം എങ്ങനെ? അത് ഇപ്പം നമ്മുടെ ഒരു വസ്ത്രധാരണ രീതി എന്നും വെള്ളയായിരുന്നു. അല്ല, എന്തായിരുന്നു ഒരു കൗതുകം ഈ പൈസ കൈ വന്നപ്പോൾ എങ്കിലും ഇതൊന്നും വാങ്ങിക്കാം, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കൗതുകകരമായ ചിന്ത ഉണ്ടായിട്ടുണ്ട്? അത് എനിക്ക് കാരണം ഫണ്ട്സ് പുറത്തുനിന്നില്ല കഴിയുന്നത്രയും നമ്മൾ അതിൽ ഇപ്പോൾ ഈ ഹുണ്ടി ലോൺസ് അല്ലാതെ മറ്റുള്ള ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ബാങ്ക് ലോൺസ് വന്നു, അത് വലിയ വലിയ ലോൺസായി. പക്ഷേ അതൊക്കെ റീപേയ്മെൻറ്റൊക്കെ ആ രീതിയിൽ പ്ലാൻ ചെയ്തു. ഞാനത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു രൂപ കിട്ടിയാൽ 1 രൂപ 1 പൈസ ചിലവാക്കിയ അത് ലയബിലിറ്റി തന്നെയാണ്. അത് കൊടുത്തു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടും. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എപ്പോഴും വളരെ 100%. അന്നേരം ഇപ്പോൾ ഒരു വസ്ത്രം മേടിക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചാണ് വളരുന്നത് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായോ? ഈ
പണം അത് വളരുന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ക്യാപിറ്റൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ചില്ല. ഓക്കെ, ഈവൻ ആദ്യത്തെ കാറ് വാങ്ങിക്കണത് തന്നെ 96-97 അതേത് കാറായിരുന്നു? അത് 118 പ്രീമിയർ NE. അത് അന്നത്തെ കാലത്ത് നല്ലൊരു കാറാണത്. ആ കാറിനോട് ഒന്നും ഒരു ക്രൈസ് അങ്ങനെ അതില്ല. അതും എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് സാർ എന്താ ഈ പറയുന്നത്, ഇത്രയൊക്കെ ടേൺ ഓവറായിട്ട് നിങ്ങളിത് പോകുന്നത്. പക്ഷേ ഈ പണ്ട് നമ്മൾ എടുത്ത് ഡൈവേർട്ട് ചെയ്യണ്ടേ, ആ രീതിയിലായിരുന്നു. പക്ഷേ അവർ ലോൺ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ മെല്ലെ പലർക്കും പറ്റുന്നത് വലിയ ഫണ്ട് വരുമ്പോൾ അത് പല രീതിയിൽ ദുർവിനിയോഗം ചെയ്യും. താങ്കൾ ഒരിക്കലും അതിന് തയ്യാറായി അങ്ങനെ ചെയ്തില്ല. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അന്നും ഇന്നും. അതായത് ഇപ്പോൾ നിങ്ങളൊരു സപ്ലയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കമ്മിറ്റ്മെൻറ്റ് 30 ദിവസം പൈസ 29 ദിവസം കൊടുത്തിരിക്കും. ആ ഒരു ക്രെഡിബിലിറ്റി 83 മുതൽ ഇന്ന് വരെ ഉണ്ട്. കണക്കാണ് എപ്പോഴും മുന്നോട്ട് നയിച്ചത്. അല്ല, ഇതെന്താ വെച്ചാൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ സപ്ലയേഴ്സ് നമ്മുടെ ആ റൊട്ടേഷനിൽ നോക്കിയാണ് അവർ നിൽക്കുന്നത്. ആ റൊട്ടേഷൻ നമ്മൾ കൃത്യമായിട്ടിരിക്കണം. ഇപ്പോൾ എംപ്ലോയീസ് നമ്മൾ ഉണ്ട്, അപ്പോൾ അവർക്ക് ശമ്പളം ആ ദിവസം എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. അപ്പോൾ 31st ഡേ ഉണ്ടെങ്കിൽ ആ 31st ഡേയിൽ അവർ ശമ്പളം കിട്ടിയിരിക്കും, അല്ലെങ്കിൽ 29th കിട്ടിയിരിക്കും. അന്ന് ഹോളിഡേ ഇതൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഒരു പ്രിൻസിപ്പിളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. ഇല്ല, ഇന്ന് വരില്ല. ഇല്ല. ഇപ്പോൾ ഈ ഹെങ്കൽ എന്നുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഇന്ത്യൻ ഡിവിഷൻ വാങ്ങിക്കുന്നത് ഒരു വാശിയായിരുന്നോ അതോ? അല്ല, അത് നമ്മളൊരു ലെവൽ വരെ വളർന്നു കഴിഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ഏകദേശം 400-500 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ട്. അതൊരു മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നല്ലോ. മൾട്ടിനാഷണൽ കമ്പനിയാണ്. അന്ന് എന്താ വെച്ചാൽ ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ പുറം രാജ്യത്തുള്ള ആൾക്കാർ വാങ്ങിക്കുകയായിരുന്നു. അതെ, ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, പ്രീതി മിക്സൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഒരു ഫോറിൻ കമ്പനി വാങ്ങിച്ചു. നമ്മുടെ റാൻബാക്സി എന്നുള്ള കമ്പനി ഉണ്ടായിരുന്നു, അതൊക്കെ പലരും വാങ്ങിച്ചു. അങ്ങനെ അനവധി വിറ്റ് പോകുമായിരുന്നു. നമ്മൾ രാഷ്ട്രം വലുതാണെങ്കിൽ രാഷ്ട്രത്തിലുള്ള അവർ സ്വയം പര്യാപ്തമാണോ, അവർ പുതിയ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നി അവർ വിൽക്കണമെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷൻ എടുത്തു. ആൻഡ് നല്ലൊരു ഓൾമോസ്റ്റ് സെയിം കാറ്റഗറി പ്രൊഡക്ട്സ് ആയിരുന്നു, പക്ഷേ നല്ല ടെക്നോളജി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രില്ലേ നല്ലൊരു ടെക്നോളജിയാണ്. അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു അവരെ. അപ്പോൾ അവരുടെ വീക്ക്നെസ് നമ്മൾ കണ്ടുപിടിച്ചു, വാട്ട് ഈസ് ദെയർ വീക്ക്നെസ് എന്നുള്ളത്. ആ വീക്ക്നെസ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ തന്നെ പ്രോഫിറ്റബിൾ ആക്കാം എന്നെനിക്ക് തോന്നി. 28 കൊല്ലം കമ്പനി നടത്തിയിട്ട് ഒരു 600 കോടി രൂപയുടെ ലോസാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു കാലത്തും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ല, ഒരു കാലത്തും ഡിവിഡൻഡും കൊടുത്തില്ല. പക്ഷേ നമ്മൾ ആദ്യ വർഷം തന്നെ പ്രോഫിറ്റബിൾ നമ്മൾ ഉണ്ടാക്കിയ കാരണം അതേഗെയിൻ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഉജാലയിൽ നിന്ന് പിന്നെ മറ്റ് വേറെ ഒന്നിലധികം പ്രൊഡക്റ്റുകളിലേക്ക് പോയല്ലോ. അതും ഒരു നെസസിറ്റിയാണ്. ഉജാല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫിൻ്റെ ലൈഫ് എൻ്റെ കയ്യിൽ സുരക്ഷിതമാവണം അല്ലേ. എന്നോടൊരു 10, 18, 20 വയസ്സിൽ ജോയിൻ ചെയ്ത ആൾ അവർ റിട്ടയർ ആകുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ശമ്പളം കൂടി വരണം. ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ പിന്നീട് എക്സോ വന്നു. എക്സോ വരുമ്പോഴും നമുക്ക് തോന്നി ഞാൻ എന്താണ് കൺസ്യൂമർക്ക് പുതുതായിട്ട് കൊടുക്കേണ്ടത്. അന്ന് വിമ്മ് മാത്രമേ ഉള്ളൂ, മീൻസ് എലിവേഴ്സിൻ്റെ വിമ്മ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 100% മാർക്കറ്റ് ഷെയർ അവരെടുത്തത്. പക്ഷേ ഞങ്ങളുടെ അഡ്വൈസർ പറഞ്ഞു, പരസ്യത്തിൻ്റെ ഏജൻസി പറഞ്ഞു, സാർ നിങ്ങളൊരു കാറ്റഗറിയിൽ കിടക്കണമെങ്കിൽ ഈ കാറ്റഗറിയിൽ കിടക്കും. കാരണം അതിൻ്റെ ടോട്ടൽ ഡീലർ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ 27% അന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ചാരം, കാരം, മണ്ണ് ഇതൊക്കെയാണ് പാത്രം കഴുകാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് എന്തായാലും ഗ്രോ ചെയ്യും. അപ്പോൾ പിന്നെ അതിൻ്റെ റിസർച്ച് നടത്തി. ആ റിസർച്ച് നടത്തിയപ്പോൾ നമുക്ക് എന്താണ് എക്സിസ്റ്റിംഗ് കാറ്റഗറിയിൽ എന്താണ് ഡിഫക്റ്റ് ഉള്ളത്, എന്തെങ്കിലും ഡിഫക്റ്റിൻ്റെ അതിനെ മോഡിഫൈ ചെയ്താലേ നമുക്കാവുള്ളൂ. സംതിങ് ന്യൂ ഇസ് ടു ബി വൺ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ടോട്ടലി ട്രേഡേഴ്സിനും എല്ലാം ഒരു അന്വേഷിച്ച് നോക്കി പറഞ്ഞു അതിനൊരു മെയിനായിട്ടുള്ള ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിലും കൂടുതൽ ഇതിന് ഷെൽഫ് ലൈഫില്ല. അത് കഴിഞ്ഞാൽ ഒരു റോക്ക് പോലെയാവും. അത് അവർ റീപ്ലേസ് ചെയ്ത് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇതൊരു മേജർ ഡിഫക്റ്റാണ്. അപ്പോൾ അത് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഫ്രാങ്ക് ഇനഫ് അവർ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്ന ആ ക്വാളിറ്റി അല്ല ഇവിടെ കൊടുക്കുന്നത്. ആക്റ്റൊക്കെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരുന്നു. നമ്മൾ ഈ കറുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇത് മതി പാവങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ടാണോ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലായി. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ഫുള്ളായിട്ട് അവിടെ കൊടുക്കുന്ന ആക്റ്റീവ്സ് അത്രയാണ് അതിവിടെ കൊടുത്ത്, പ്ലസ് അതിനുശേഷം നമ്മൾ ആൻറ്റി ബാക്ടീരിയൽ നിന്നിട്ട് യൂണീക്ക് പ്രോപ്പർട്ടിയും കൊടുത്ത് പ്രൊഡക്റ്റ് ഇറക്കിയപ്പോൾ അവരെക്കാൾ 1.5 രൂപ കൂടുതലാണ് ഞാൻ വിറ്റത്. പക്ഷേ ജനങ്ങൾക്ക് അത് ആവശ്യമായിരുന്നു. അങ്ങനെ ഇറക്കിയ എല്ലാ പ്രോഡക്റ്റുകളും വിജയമായി. എല്ലാ പ്രൊഡക്റ്റും വിജയം. വനമാല എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു. വനമാല അത് വാഷിംഗ് സോപ്പായിരുന്നു. വന്നല്ലോ വനമാല. അതെ, നല്ല ഒരു ബ്രാൻഡായിട്ട് വന്നു. പക്ഷേ അവിടെ നമ്മൾ ഒരു 25 ലക്ഷത്തിൽ കൂടുതൽ സെയിലുള്ളവർക്ക് ടാക്സിലെ പ്രിഫറൻസ് ഒന്നുമില്ല. അവർ ഈ ഡൊമസ്റ്റിക്
നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രിയായിട്ട് അവർക്കും വേണ്ട ഒരു ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാക്സ് വന്നു, 12% ടാക്സ് വന്നു. അവർക്ക് ടാക്സ് ഇല്ല. അപ്പോൾ അവരായിട്ട് മത്സരിക്കാനുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് നിർത്തിയത്. ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നത് ഓരോ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഇറക്കുമ്പോഴും മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? ഇല്ല, അത് നമ്മൾ കൺസ്യൂമറെ മാത്രം നോക്കുള്ളൂ. അവർക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാൾ എഡീഷനായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? കൺസ്യൂമറിൻ്റെ സംതൃപ്തിയാണ് പ്രധാനം. കൺസ്യൂമർ മാത്രം, അവർ മാത്രമാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവർക്ക് വേണ്ട പുതിയ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ബിസിനസ്സിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുമ്പോൾ മനസ്സ് ഒരു തെളിനീരരുവി പോലെ ശാന്തമായി ഒഴുകുകയാണോ അതോ കടൽ പോലെ പ്രക്ഷുബ്ധമാണോ? പരിപൂർണമായി ശാന്തസമുദ്രം പോലെ ശാന്തമാണ്. അത് കാരണം അത് നമ്മുടെ ലൈഫിൽ നിന്ന് പഠിക്കണം. നമ്മൾ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയായിരുന്നു. അവിടെ കരയേണ്ട ആൾക്കാർ പോകില്ല. മീൻസ് കൂടുതൽ ടൈം വർക്ക് ചെയ്യണം, എത്ര ചെയ്താലും എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഡ്രോബാക്കുകൾ, ഞാനൊരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ എൻ്റെ എംപ്ലോയി സൈക്കോളജി എനിക്കറിയാം. ഒരു ഓണർ അതല്ലെങ്കിൽ അതിൻ്റെ മേലുള്ളൊരു മേലധികാരി എന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഞാൻ ഏത് രീതിയിൽ എന്നോട് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ രീതിയിലായിരിക്കണം മറ്റുള്ളവരോട് ചെയ്യേണ്ടത്. തൊഴിലാളികളോടൊന്നും ദേഷ്യപ്പെടാറില്ല. അപ്പോൾ തൊഴിലാളി എന്ന വർഗത്തിലല്ല ഞാൻ അവരെ പെടുത്തിയിരിക്കുന്നത്. എൻ്റെ സഹായികൾ, അവരോട് ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. മനസ്സ് ഇങ്ങനെ ഒരു കാമായിട്ട് അല്ലെ ശാന്തമായിട്ടിരിക്കുമ്പോൾ മനസ്സ് വളരെ ടഫാണോ? ഒരിക്കലല്ല. അതായത് ഒരു മാർഗത്തിന് ഒരു സ്ഥലത്ത് പോകാനായിട്ട് പല മാർഗ്ഗങ്ങൾ കാണും അല്ലേ? അതിപ്പോൾ എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ഇന്ന രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യുമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരെ ചെയ്യും. ഓക്കെ, കൃത്യമായിട്ടുള്ള അറിവ് കൊടുത്താൽ. അതല്ലെങ്കിൽ അവർ അതാണ് ശരി വിചാരിച്ച് ചെയ്യുന്നു. പിന്നെ കളവ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പൈസ അല്ല, വർക്ക്. പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിടുന്നത്? ബിസിനസ് പ്രതിസന്ധികളൊന്നും വരാറില്ല. കാരണം നമ്മൾ വെട്ടി തെളിയിക്കുന്നത് നമ്മുടെ മാർഗ്ഗമാണ്. ഓക്കെ, ആ മാർഗ്ഗത്തിൽ വരാറില്ല. പക്ഷേ അത് പിടിച്ചു കിട്ടാനായിട്ട് സമയം പിടിക്കും. അത് പിടിച്ചു കിട്ടാനായിട്ട് എക്സ്പെൻസ് വരും. അതിന് നമ്മൾ മാനസികമായിട്ട് തയ്യാറായിരിക്കണം. ക്ഷമ വേണം അല്ലേ? ഒരുപാട് ക്ഷമ വേണം. പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് ദേഷ്യപ്പെട്ട് എന്താ കാര്യമുള്ളത്? ഒരു എന്നെ സഹായിക്കുന്ന സഹപ്രവർത്തകരോട് ഞാൻ ദേഷ്യപ്പെട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ അവരെ മനസ്സുടനെ പ്രക്ഷുബ്ധമായി. ഇപ്പോൾ താങ്കളുടെ ജീവിതം തന്നെ ഒരു ബിസിനസ് മേഖലയെ അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. ശരിക്കും സർവകലാശാലകളിൽ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് താങ്കളുടെ വിജയഗാഥ. മറ്റുള്ള ആൾക്കാരുടെ വിജയഗാഥ താങ്കളെ ആകർഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരുടെ? അതിപ്പോൾ പല ആൾക്കാരുണ്ട്. പണ്ടത്തെ കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ആകെ കൂടിയുള്ള FMC സെഗ്മെൻറ്റിലുള്ളത് ചന്ദ്രിക സോപ്പായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ളൊരു അല്ലെങ്കിൽ അവരെ സിസ്റ്റം അതെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ്. പിന്നെ ഇവിടെ നിന്ന് പോയി നോക്കുമ്പോൾ വലിയ വലിയ ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ റിലയൻസ്, ധീരുഭായ് അംബാനി, യങ്ങർ ജനറേഷനല്ല, അയാൾ എങ്ങനെ അയാളും ജോലി ചെയ്യായിരുന്നു. അദ്ദേഹം ഒരു വളരെ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ആളാണ്. സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇങ്ങനെ ആവണം, അങ്ങനെ ജീവചരിത്രം വായിച്ചു നോക്കണം. അതെ, ബ്യൂട്ടിഫുൾ. അത് ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യാൻ ശമ്പളത്തിനല്ല, കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. ഈ ബിസിനസ് എങ്ങനെ ചെയ്യാം, എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാം, ഇമ്പോർട്ട് എങ്ങനെ ചെയ്യാം, ഇത് മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടാക്കാം, അതായിരുന്നു ആൾ. അപ്പോൾ കാട് കയറി പോവായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വളർത്താനായിട്ട് സാധിച്ചു. പെട്രോളിയം വേണം, അങ്ങനെ പല ജീവിതങ്ങളിലെയും പലതും ആകർഷിച്ചു. അല്ല, അതൊക്കെ നമുക്കൊരു പ്രോത്സാഹനം. നമ്മളെ ആവുള്ളൂ. എനിക്ക് മുകേഷ് അംബാനി ആവാൻ പറ്റില്ല, ധീരുഭായ് അംബാനി ആവാൻ പറ്റില്ല, അഡാനി ആവാൻ പറ്റില്ല. അവരൊക്കെ ലാർജർ തോട്ട്സ്, ലാർജർ ടെക്നോളജിയാണ്. പക്ഷേ കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് അല്ല ലാർജർ തോട്ട്സിലൂടെയാണല്ലോ ഇന്ത്യ മുഴുവൻ. ഇവരൊക്കെയും വന്നത് അങ്ങനെയാണ്. ധീരുഭായ് അംബാനി അല്ലെങ്കിൽ റിലയൻസിൻ്റെ ദാരിദ്ര്യമായിരുന്നു. അതെ, അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായി. അത് രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗ്യമാണെന്നും വിചാരിച്ചാൽ മതി. രാഷ്ട്രത്തിൻ്റെ ഭാഗ്യം. ഇവരൊന്നും പണക്കാരല്ല, പണം ഉണ്ടാക്കുന്നുണ്ട്. അത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്. അത് വീണ്ടും റീ എംപ്ലോയ് ചെയ്യുന്നു. എത്ര നേരം ഭക്ഷണം കഴിക്കും? ഓക്കെ, ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? അങ്ങനെയൊന്നുമില്ല. നമ്മൾ നാടൻ പണ്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ ചില പണ്ടൊരു ഒരു വ്യവസായി പറഞ്ഞാൽ ഞാനാകെ കഴിക്കുന്ന പുട്ടും കടലയാണ്, ഉച്ചയ്ക്ക് അല്പം ചോറ് കഴിക്കും. പക്ഷേ ഈ സാമ്രാജ്യം വളരുന്നു. അല്ല, ആ ഒരു ആംഗിളിൽ ചിന്തിക്കും. വളരുന്നതനുസരിച്ച് നിങ്ങൾ തിന്നു വിചാരിക്കാം, നിങ്ങളുടെ ശരീരം ഉണ്ടാവില്ല. സോ യു ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ്. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ ലളിതമായ ആഹാരമാണ്. വളരെ ലളിതമായിട്ടുള്ള ആഹാരമാണ്. ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. എൻ്റെ ബിസിനസ് ടൂറിനനുസരിച്ച് നമ്മൾ വലിയ ഹോട്ടലിൽ താമസിക്കുക എന്നുള്ളതല്ലാതെ ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. ഞാൻ വന്നപ്പോൾ ചോദിച്ചു ആരോഗ്യം സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? അന്ന് കണ്ട പോലെ തന്നെയാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. അന്നേരം പറയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. അതിൽ യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ? നാട്ടിൽ വരുമ്പോൾ പോകുന്ന 2-3 അമ്പലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ തറവാട്ടമ്പലം, അവിടെ എല്ലാ ദിവസവും അവിടെ പോകും. പിന്നെ ദേശത്തെ അമ്പലം, അവിടെ ദേവിയാണ്. ഓക്കെ, അവിടെ പോകും. പിന്നെ ഇവിടുത്തെ ചോവലൂർ
ശിവക്ഷേത്രം, ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ പോകാറുള്ളതാണ്. അതിൻ്റെ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഈ കളിത്തോട്ടിലാണ് ഞാൻ ജീവിച്ചു വളർന്നത്. അന്ന് മുതലേ പോകുന്നുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പ എന്ന് പറയാത്തൊരു ദിവസമില്ല. എഴുന്നേറ്റാലും അത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരം പോവാതെ ഞാൻ തിരിച്ചു പോകാറില്ല. ഒരു സെൻറ്റിമെൻ്റൽ ആസ്പെക്റ്റാണ്. തിരിച്ചു പോയാൽ സമാധാനം കിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് തൊഴുതിട്ടേ പോവുള്ളൂ. മനസ്സുകൊണ്ട് എപ്പോഴും തൊഴുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ പോകുക എന്ന് പറയണത് സ്ഥിരം പരിപാടിയാണ്. എപ്പോൾ വന്നാലും ശരി അവിടെ പോകാറില്ല. ദിനചര്യ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കും. ഒരു 3:30-4 മണിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കും. പിന്നെ നമ്മൾ അഭ്യംഗം അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പോകും. അങ്ങനെ ജോയിൻ്റ് എക്സർസൈസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രാണായാമം അങ്ങനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഉറങ്ങാൻ ഒരു 10 മണിക്ക് മുമ്പ് എന്തായാലും ഉറങ്ങാൻ പോകും. വീട്ടിലെല്ലാവരും ടി വി അല്ലെങ്കിൽ ഇതായിരിക്കും, ഞാൻ നേരത്തെ ഉറങ്ങും. ഇപ്പം താങ്കൾ ഈ ഉജാല പ്രൊഡക്റ്റുമായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് വ്യാജന്മാരും എല്ലാം വലിയ രീതിയിൽ ഉള്ള ശല്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാലം മാറി ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ പലതും വിജയശതമാനം കുറവാണ്, ചിലതൊക്കെ വിജയിക്കുന്നുണ്ട്. അത്തരം ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും വിജയിക്കട്ടെ. ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ആ കോൺസെപ്റ്റിൻ്റെ തന്നെ 1000 ആൾക്കാർ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ബ്രെയിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു 10 ആളെങ്കിലും വിജയിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യയിലത്തെ ടോട്ടൽ സമ്പദ് വ്യവസ്ഥ തന്നെ എടുക്കുക. നിങ്ങൾ എത്ര കാശുണ്ട്, അവൻ കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാലും ശരി, റിലയൻസ് ഉണ്ടാക്കുന്നത് ചെറിയ കാര്യമാണ്. അതെ, രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് അവരാണ്. അല്ല, ഇവരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്തിലാണ്? ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുമായിട്ട് ഇറങ്ങി വരുന്ന യുവതലമുറ എന്താണ് ശ്രദ്ധിക്കുന്നത്? ദേ ഹാവ് ടു തിങ്ക് വാട്ട് ഐ ക്യാൻ ഗിവ് ടു സൊസൈറ്റി ന്യൂ. പുതുതായിട്ട് ഞാൻ എന്ത് കൊടുക്കാൻ പറ്റും? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ എന്ത് നമ്മൾ പുതുതായിട്ട് കൊടുക്കാൻ പറ്റും? താങ്കളുടെ വിജയമന്ത്രം അതായിരുന്നു അല്ലേ? അത് തന്നെ വിജയിക്കുള്ളൂ. എനിക്ക് സമൂഹത്തിന് എന്ത് പുതുതായിട്ട് കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് തന്നെ ഒരു 100 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സംതിങ് സൊസൈറ്റി ഷുഡ് ബി ബെനിഫിറ്റഡ്. ആ തരത്തിലുള്ള ക്രിയേറ്റീവ് തിങ്കിങ് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ മത്സരിച്ച് അതിൽ തോറ്റിട്ട് കാര്യമില്ല. ഈ തിങ്കിങ് ഇപ്പോൾ അമൃതവേണിയുടെ കാര്യം, വിജയിക്കാതിരിക്കാം, 2 പോസിബിലിറ്റി. താങ്കളുടെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, അത് താങ്കൾ ആദ്യം പറഞ്ഞല്ലോ അതിനും അപ്പുറം എത്തുമെന്ന്. അല്ല, തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം ഈ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ അനവധി പ്രൊഡക്റ്റ് വരാനുണ്ട്. ഇനി വേറെ പ്രൊഡക്റ്റ് വരാനുണ്ട്. ഇനി ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ വരാനിരിക്കുന്നു ഹെയർ കെയറിൽ തന്നെ. കാരണം ഓരോരോ ഹെയറിനും ഓരോരോ പ്രോബ്ലംസ്, ഒരു വ്യക്തിക്ക് ഓരോരോ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഹെയർ ഡൈ ഒക്കെ ഒരുപാട് വിപണിയിലുണ്ട്. ആ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഹെയർ ഡൈ എന്നുള്ളത് ആസ് ഓൺ ടുഡേ ഉള്ളത് ഹെയറിനെ നശിപ്പിക്കുന്നതാണ്. ഹെയർ ബ്രേക്കേജ് അറ്റ്ലീസ്റ്റ് 60% ബ്രേക്കേജ് ഉണ്ടാകും. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ളത് ഒരുപാട് പ്രയാസമുണ്ട്. അതിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്. ടേക്ക് 1 year 2 year 3 year എന്തായാലും നമ്മൾ അവിടെ എത്തും. അതിന് ശാസ്ത്രീയമായിട്ട് പോസിബിൾ ആണെങ്കിൽ അവിടെ എത്തിയിരിക്കും. ഈ 1983 ഈ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു ലക്ഷ്യബോധം അതിപ്പോഴും അതേപോലെ ഉണ്ടോ? ബിസിനസ് രംഗത്തിൽ അതൊരു സർവൈവലാണ്. ഓക്കെ, അതായത് എൻ്റെ ഫാമിലിക്ക് ജീവിക്കണം. ഓക്കെ, അതിനുള്ള ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു സർവൈവലാണ് അന്ന് തുടങ്ങിയത്. ഒരു നിമിത്തം. അത് ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിരുന്നു പറയില്ലേ. അതിപ്പോൾ ഞാൻ കോമേഴ്സാണ് പഠിച്ചതിൽ ആദ്യമൊക്കെ സയൻസ് പഠിച്ചിരുന്നു. പിന്നെ നേരത്തെ ചോദിച്ച ഒരു ഡോക്ടറാണെന്നുണ്ടായി. അപ്പോൾ അതിന് പ്രീ ഡിഗ്രിക്കൊക്കെ അതാണ് പഠിച്ചത്. പിന്നെ ശേഷം കോമേഴ്സാണ് പഠിച്ചത്. കാരണം ഞാൻ ആക്കി തീർക്കുന്നത് ഗോഡിൻ്റെ നിശ്ചയമാണ് എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. നിയോഗമാണ്. അപ്പോൾ അങ്ങനെ വന്നു. അച്ഛനിൽ നിന്ന് എന്താ പഠിച്ചത്? അച്ഛനിൽ നിന്ന് ഡിസിപ്ലിൻ, ടോട്ടൽ ഡിസിപ്ലിൻ. വർക്ക് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ മിഠായി കഴിക്കണം, അതൊക്കെ മേടിക്കണം. ഒരിക്കലും അച്ഛൻ അനുവദിക്കില്ല. അത് ഇതാണ്, കാലത്ത് എഴുന്നേൽക്കണം. അച്ഛൻ നേരത്തെ എഴുന്നേൽക്കും. പാടത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു 7 മണിയാവും. ഒരുപാട് ഡിസിപ്ലിൻ. പിന്നെ ഈ മിഠായിയൊക്കെ വാങ്ങിക്കാൻ കുട്ടികളുടെ കൂടെ അവർ വാങ്ങിക്കാൻ കൊതിയാവും. പക്ഷേ അച്ഛൻ വീട്ടിൽ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടാവും. വെറുതെ തരില്ല. ഒരു മുറ്റത്ത് പുല്ലൊക്കെ പറിച്ചിട്ട് ഒരു ചിരട്ട പറിച്ച് അവർ മിഠായി തരും. മീൻസ് യു ഹാവ് ടു വർക്ക് ആൻഡ് ഏൺ. ഇതായിരിക്കണം, അതായിരിക്കണം അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഓക്കെ, താങ്കളിലെ അച്ഛൻ താങ്കളുടെ മക്കൾക്ക് എന്ത് ഉപദേശം കൊടുത്തു? എൻ്റെ അച്ഛൻ താങ്കളായ അച്ഛൻ താങ്കളുടെ മക്കൾക്ക് എന്ത് ഉപദേശം കൊടുത്തു? അത് ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം എവറി ഇൻഡിവിജ്വൽ ഈസ്
ഹാവിങ് ദെയർ ഓൺ തിങ്. എൻ്റെ ജ്യോതിയെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ഹെയർ ഓൺ തിങ്കിങ് ഇസ് ദർ. ആ ശാസ്ത്രം അന്നത്തെക്കാൾ ഒരുപാട് ടെക്നോളജി ആൻഡ് ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത്. അത് ആ വഴിക്ക് വിടുക. അവരെ ചീത്തയായിട്ട് പോകാതിരിക്കണം. നമുക്ക് അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ ലൈഫ് അത് അവർ സ്വീകരിക്കും. മീൻസ് അതിൽ നിന്ന് എന്തെങ്കിലും കാലാനുസരണമായുള്ള മോഡിഫിക്കേഷൻ വരുന്നുള്ളതല്ലാതെ ഇല്ല. ഇപ്പം രണ്ട് മക്കളായാലും ശരി, ഇപ്പോൾ അവരെ ഹസ്ബൻഡ്സ് ആയാലും ശരി, സോ ലക്കി അവരും ഇതിൽ കേപ്പബിളായിട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ ടോട്ടൽ ഓപ്പറേഷൻസ് ഓൾ ഓവർ ഇന്ത്യയിലത്തെ ടോട്ടൽ ഫാക്ടറികളുടെ ഒക്കെ ഓപ്പറേഷൻസും ഇതൊക്കെ നോക്കുന്നു. വേറെ ആൾ IT അതുപോലെ തന്നെ HR കാര്യങ്ങൾ നോക്കുന്നു. സോ ഇറ്റ് ഈസ് സെൽഫ് മെയ്ഡ്. ഇപ്പോൾ താങ്കൾ ബോംബെയിലാണ് താമസമാക്കിയതെങ്കിലും കേരളത്തിലേക്ക് ഒരു കണ്ണ് എപ്പോഴും ഉണ്ട്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി കാണാറുണ്ട്. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെട്ടോ? വ്യവസായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നില്ല. അതിന് ഇവിടേക്ക് പറ്റിയ വ്യവസായം എന്താണ് അത് നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടേക്ക് പറ്റിയത് ഇത്രയും പോപ്പുലേറ്റഡ് ആണ്, ഇത്രയും പ്രകൃതി രമണീയമാണ്, ഇത്രയും അപ്പോൾ അതിലുള്ള ഇവിടെ ടൂറിസത്തിന് വലിയ ചാൻസാണുള്ളത്. പക്ഷെ അതിന് നമ്മളൊരു സ്വയം ഡിസിപ്ലിൻ ഉണ്ടാക്കണം. അല്ലേ? ആമയിറങ്ങാൻ തോട് കണ്ടില്ല ഇപ്പോൾ നിങ്ങൾ. കാരണം എല്ലാവരും അങ്ങോട്ട് വലിച്ചെറിയും. ഈവൻ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ലോക്കൽ ബോഡീസ് ആയാലും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നമ്മൾ ബോംബെയിൽ വയനാട് പിന്നെ പ്രകൃതി അത് പാറയൊക്കെ പൊടിച്ചിട്ട് അങ്ങനെ ശാസ്ത്രത്തിൻ്റെ പറഞ്ഞല്ലോ അനുസരിക്കാതെ പോയതിൻ്റെ ഒരു ദുരന്തമാണ്. നിങ്ങൾ പലതും പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ബോംബെയിൽ വന്ന് നോക്കുക. ബോംബെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾ താമസിക്കണമെന്ന് പറഞ്ഞാൽ ദിവസം 2 നേരം അവർ ഇത് വെക്കും. പിന്നെ ഓരോ ഇത് പെട്ടി വെച്ചിട്ടുണ്ട്, ഡബ്ബ വെച്ചിട്ടുണ്ട്. ഇതിൽ പ്ലാസ്റ്റിക് ഇടുക, അത് 2 നേരം അവർ ക്ലീനാക്കും ലോക്കൽ ബോഡീസ്. ഇപ്പം ഇവിടെയും ചെയ്യാൻ പറ്റുന്നു. ഇവിടെ തിരുവനന്തപുരത്തായി ചെയ്യാമായിരുന്നു, തൃശ്ശൂരും ചെയ്യാം, എല്ലാവരും ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ റബ്ബിഷ് ഉണ്ടാക്കും, അത് പ്രകൃതിയിൽ അങ്ങനെ വിടും. അതിനൊക്കെ മാറ്റം വരണം. അതിലും മാറ്റം വരണം. ഈ പൊതുവേ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് വലിയ വലിയ കമ്പനി ലേബർ ഓറിയൻറ്റഡ് ഇവിടെ നടക്കില്ല. എൻ്റെ വിശ്വാസം ഉള്ള ഒപ്പീനിയനുള്ള ആൾക്കാരുണ്ടായിരിക്കാം. രണ്ടാമത് കാരണം അതിവിടെ റുഡിമെൻ്ററി ആയിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതി അതിന് തടസ്സമാണ്. ഓക്കെ. വിനോദം എന്ന വാക്കിന് ജീവിതത്തിൽ എന്താണ് അർത്ഥം? വിനോദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. സിനിമ കാണാറുണ്ടോ? എല്ലാവരും സിനിമ കാണാറുണ്ട്, TV യിൽ വരുന്നത്, തിയേറ്ററിൽ പോകാറില്ല. പാട്ട് കേൾക്കാറുണ്ടോ? പാട്ട് ഒക്കെ ഇഷ്ടമാണ്. അതൊക്കെ യൂട്യൂബിൽ അനവധി പാട്ട് വരും, TV യിൽ കാണും. ഇപ്പോൾ ഒക്കെ വീട്ടിലിരുന്നാൽ കിട്ടുമല്ലോ. ഇഷ്ടപ്പെട്ട ചലച്ചിത്ര നടന്മാരും നടിമാരും അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഇപ്പം ഈ യങ്ങർ ജനറേഷനായിട്ട് ഞാൻ അധികം ബന്ധമൊന്നുമില്ല. പണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനിമ ഇതായിരുന്നു. ഇപ്പോൾ നമ്മുടെ പഴയ നടന്മാരെ മധു ആയാലും ശരി, മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ആ ഒരു ഘട്ടം. ഇപ്പോൾ പുതുതായിട്ട് കുറേ നടന്മാർ വരുന്നുണ്ട്. അവരായിട്ടുള്ള കാരണം ആ ഒരു ഇതിലേക്ക് ഞാൻ സമയം കിട്ടാറില്ല സത്യം. ഒരു 24 മണിക്കൂർ എങ്ങനെ വിനിയോഗിക്കുന്നു? 24 മണിക്കൂർ പറഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ അനവധി ഞാൻ വായിച്ചുകൊണ്ടിരിക്കും ഈ ശാസ്ത്രത്തിനെ കുറിച്ച്. ഇതിൽ അനവധി പഠിക്കാനുണ്ട്, ചെറുതല്ല. ഇപ്പം ന്യൂ ടെക്നോളജി വരുന്നുണ്ട്. ആ ന്യൂ ടെക്നോളജിനെ കുറിച്ച് ഞാൻ പഠിക്കും. കാരണം ഇവരെ ആരണ്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാ ലേഖനങ്ങളും ഞാൻ വായിക്കും. അതിൽ നിന്ന് എനിക്കൊരു കൂടുതൽ പ്രയോജനം കിട്ടും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പൊട്ടൻഷ്യാലിറ്റി ഇസ് ഹ്യൂജ്, വളരെ വലുതാണ്. അത് നമുക്ക് കാണാനായിട്ട് ബിസിനസ്സുകാർക്ക് കാണാൻ പറ്റുള്ളൂ. അത് സമൂഹത്തിന് എന്ത് വേണോ ഒരു ഉൾക്കാഴ്ചയാണ്. എല്ലാ കാലത്തും ഇല്ല. ഞാനിത് വന്നതിന് ശേഷം ആ ഒരു ഉൾക്കാഴ്ച ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ കാലമാണ്. എല്ലാ മീഡിയയിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, TV യിൽ എല്ലാ മീഡിയയിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റിട്ടേൺസ് ആയിട്ട് വരണമെങ്കിൽ ആ ശാസ്ത്രം ജനങ്ങൾ അംഗീകരിക്കണം. ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്മോഡിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് ആൾക്കാർ ഇതിലേക്ക് വരണമെങ്കിൽ ഇത്തിരി സമയം പിടിക്കും. കാരണം ഇതൊക്കെ കോസ്റ്റ്ലിയാണ്. നമ്മൾ ഒരു ചെടിയിലെ ഇത് കംപ്ലീറ്റ് ചെടികളിൽ നിന്നാണ് ഇത് ഈസ്ട്രജൻ വേണമെന്ന് പറഞ്ഞാൽ ഏത് ചെടിയിലാണ് ഈസ്ട്രജൻ ഉള്ളത് അത് കണ്ടുപിടിച്ച് അതിന് നമ്മൾ ഇതിലേക്ക് ഈ ഓയിലിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബയോടെക്നോളജി. അതിലെ മാനുഫാക്ചറിങ് പ്രോസസ്സ് വേറെയാണ്, അതിൻ്റെ ചിന്താഗതി വേറെയാണ്. ഓക്കെ. നമ്മുടെ ശരീരത്തിന് നമുക്ക് എല്ലാ എലിമെൻസും വേണം. മുടിയിലേക്ക് എത്തണം, ഹെയർ ഫോളിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഭാഗം മാത്രമേ ലൈഫുള്ളൂ. അവിടേക്ക് നമ്മൾ അയൺ എത്തണം, മഗ്നീഷ്യം എത്തണം, സോഡിയം എത്തണം, കാൽഷ്യം എത്തണം, വൈറ്റമിൻ A എത്തണം, വൈറ്റമിൻ B, എല്ലാ വൈറ്റമിൻസും എത്തണം. ഇതെല്ലാം അവിടെ കിട്ടിക്കൊണ്ടിരിക്കണം. അത്തരമെല്ലാം ഒരു ഗവേഷണ പ്രവർത്തനങ്ങളോട് കൂടിയാണ് അമൃത് വേണി
രംഗത്ത് തീർച്ചയായിട്ടും സംശയമില്ലേ. കാരണം ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത് എല്ലാം ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഓയിൽ രൂപത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ പ്രൊഡക്റ്റ് അനലൈസ് ചെയ്യണം ഔട്ട്സൈഡ് ലബോറട്ടറീസിൽ നമ്മളതിന് കൊടുക്കും. അപ്പോൾ അതിലുണ്ട് അയൺ ഇത്ര ഉണ്ട്, പൊട്ടാസ്യം ഇത്ര ഉണ്ട്, കാൽസ്യം ഇത്ര ഉണ്ട്, വൈറ്റമിൻ എ ഇത്ര ഉണ്ട്, വൈറ്റമിൻ ഡി ഇത്ര ഉണ്ട്. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നോൺ വെജിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഈ അത്രയും കോസ്റ്റ്ലി ആയിട്ട് ബദാം, അതുപോലെ വാൾനട്ട്, അങ്ങനത്തെ ഇതിൽ നിന്ന് കിട്ടും. ജലീനിയം അത്യാവശ്യമാണ്. അതിന് നമ്മൾ ചില ആഫ്രിക്കൻ ഇത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതിൽ പ്യൂരിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അല്ലല്ല, കാരണം നമ്മളെ ബിസിനസ്സിലെ കൺസ്യൂമർ വാങ്ങിക്കണേ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ബിസിനസ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ ട്രേഡ് മാർക്ക് എപ്പോഴും താങ്കളിലുള്ള വിശ്വാസമാണ് ജനങ്ങൾ. അതെ, അതിപ്പോൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും ശരി, ഏത് ട്രേഡ് കമ്മ്യൂണിറ്റി ആയാലും ശരി, ഇനീഷ്യലി ഉണ്ടാവും. പക്ഷേ ഐ ക്യാൻ ട്രസ്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസം ട്രസ്റ്റ് എല്ലാ ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസിലുണ്ട്, ഈവൻ കൺസ്യൂമർക്ക് അടക്കമുണ്ട്. ഈ വെള്ള വസ്ത്രം ഈ കുട്ടിക്കാലത്ത് തൊട്ടയിടുന്നതാണ്, അത് അല്ലാതെ കളർ വസ്ത്രം ധരിച്ച ഒരു കാലമുണ്ടോ? ഉണ്ട്. അതായത് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ കളറായിരുന്നു. പിന്നീട് അച്ഛനെ അനുകരിച്ചാണോ വെള്ള? അല്ല, അത് അങ്ങനെ വന്നതാണ്, അത്രേ പറയാൻ പറ്റും. ഇപ്പം എനിക്ക് മേച്ച് വയറ്റിലാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോത്ത് ചൂസ് ചെയ്യുന്നതൊക്കെ വളരെ ഈസിയാണ്. ഈവൻ ഡ്രൈവറെ പറഞ്ഞാൽ എനിക്ക് വേണ്ടി തോന്നിക്കും. ഇപ്പം 40 വർഷം മുമ്പ് ഈ ഉജാലയുടെ ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തി. അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനവും വളരെ ദീർഘനാളത്തെ പ്രയത്നമെല്ലാം ഉണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് അമൃത് വേണിയിലേക്ക് എത്തി നിൽക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇല്ല, ചെയ്തതെല്ലാം നന്നായിരുന്നു, ദൈവാനുഗ്രഹമുണ്ട്. കാരണം ഞാൻ എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടേ ചെയ്യുന്നുള്ളൂ. അതിന് നന്മ ഇത് കിട്ടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഐ ഫീൽ ഹാപ്പി. അത് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. ഓരോ തരത്തിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഇന്നും നമ്മൾ അത്രയൊക്കെ ലോൺ വാങ്ങിച്ചെങ്കിലും ഇന്നൊരു രൂപ കടമില്ല. ഫണ്ട്സ് ജ്യോതി ലാബ്സിലും ധാരാളം ഫണ്ട്സുണ്ട്. ഇതിലും ഞാൻ എൻ്റെ റിസോഴ്സസ് എടുത്തിട്ടാണ് ചെയ്യണത്. ലോണില്ല. ഇനി ഞാൻ ലോൺ എടുക്കില്ല എന്നുള്ള നിർബന്ധം പിടിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ നടത്താൻ ബാങ്കുകാരെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഇല്ല, അതപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏജ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസിന് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ലയബിലിറ്റി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ജ്യോതി ലാബ്സ് അനവധി ഉണ്ടായിരുന്നു. എൻ്റെ മക്കളാണ് അതൊക്കെ ചെയ്യേണ്ടത്, വീട്ടേണ്ടത്. ഞാൻ ഇതിലേ അത് ഉണ്ടാക്കി തീർത്താലും ഇതിൻ്റെ ഇൻഹെറിറ്റൻസ് അവർ വീട്ടിൽ തീർക്കാൻ. അപ്പം ഞാനായിട്ട് ഒരു ലയബിലിറ്റി വരുന്നില്ല. ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശമായിരുന്നു. സഹ്യാദ്രി എന്നുള്ള പേരിടാനുള്ള കാരണം എന്താണ്? സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹിമാലയ ഉണ്ട്. ഹിമാലയ എന്ന് പറഞ്ഞാൽ അവിടെ വളരുന്ന കുറേ ചെടികളും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ സഹ്യാദ്രി എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്ന് മഹാരാഷ്ട്ര എൻ്റെ വരെ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതം തന്നെയാണ്. അതിലില്ലാത്ത ഒന്നുമില്ല. സഹ്യാദ്രി സാനുക്കൾ. അതിൽ അനവധി തരത്തിലുള്ള ചെടികളുണ്ട്. ഓരോ കാര്യത്തിനും എല്ലാം അതിലുണ്ട്. സോ പ്രകൃതിയിൽ നിന്നാണ് ഇത്. പ്രകൃതിയിലുണ്ടാകുന്ന സസ്യങ്ങളിൽ നിന്നാണ് ഏതെല്ലാം സസ്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ചില ഐറ്റംസ് ദേവതാരം ഇവിടെ ഉണ്ടാവുന്നില്ല. അത് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ പറ്റും. ദേവതാരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതി എന്നുള്ളതാണ് പ്രധാനം. എല്ലാം പ്രകൃതി. അപ്പോൾ അതുകൊണ്ടാണ് സഹ്യാദ്രി എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. അപ്പോൾ അമൃത് വേണി ഉൾപ്പെടെ സഹ്യാദ്രി ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും വൻ വിജയമാകട്ടെ. എല്ലാ ആശംസകളും. വിജയമാവും. കാരണം കൺസ്യൂമറെ മനസ്സിൽ വെച്ചിട്ട് എന്തായാലും ആശംസകൾക്ക് ഒരുപാട് നന്ദി.